ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ഗീതം യൂട്യൂബ്. കുറേ നാളുകളായി നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പല വെറൈറ്റീസും ഞാൻ എൻ്റെ ചാനലിലൂടെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ചെടികളെ കുറിച്ച് തന്നെയാണ് ഇന്ന് തോന്നിയ ഒരു ഇൻട്രസ്റ്റ്. സ്വയം എന്താണ് ഇപ്പോൾ ഇന്നിടുന്നത് ഒരു കോമൺ ചെടിയാണ്. ബട്ട് ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. നമ്മളെപ്പോഴും കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് അഗ്ലോണിമാസ്. കണ്ടോ, ഇത് ഒരുപാട് ടൈപ്പ് അഗ്ലോണിമാസ് ഉണ്ട്. പക്ഷേ ഇത് ഇച്ചിരി കോസ്റ്റ്ലി അഗ്ലോണിമയാണ്. എൻ്റെ കയ്യിൽ ഒരു ചെറിയൊരു ചെടി വന്ന് കിട്ടിയതാണ്. അതിനെ ഞാൻ ഇപ്പോൾ കുറേ ചെടികളായിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതെല്ലാം എൻ്റെ കയ്യിലുള്ള അഗ്ലോണിമാണ്. ഇത് വൺ വെറൈറ്റി. വേറെ വെറൈറ്റിയെക്കുറിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാം. അപ്പോൾ ഞാനിന്ന് നോക്കുമ്പോൾ വേനലാണെങ്കിലും എൻ്റെ കയ്യിലുള്ള ഈ ബ്യൂട്ടിഫുൾ അഗ്ലോണിമ എല്ലാം ചെറിയ കണ്ടോ ചെടികൾ വേറെ വന്നു. അപ്പോൾ ഇതിൽ തന്നെ വളർത്തി ഒരേ ചട്ടിയിൽ നിൽക്കുകയാണെങ്കിൽ നിറഞ്ഞു നിൽക്കും. അപ്പോൾ അതിലൊരു കുഞ്ഞ് വന്നു. ദൈവളും അതുപോലെ ഒരു കുഞ്ഞിൻ്റെ അമ്മയായി. കണ്ടോ, ഇതും അതുപോലെ. ഇതിൽ രണ്ടെണ്ണം, ഇതൊരെണ്ണം. ഇവൾക്ക് 2 കുഞ്ഞുങ്ങൾ, ഇവൾക്കും ഒരു കുട്ടി. കണ്ടോ. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് മാറ്റി വേറൊരു ചട്ടിയിൽ വെച്ചാൽ ഇതിൻ്റെ എണ്ണം കൂടും. എണ്ണം കൂടുന്നതിനനുസരിച്ച് ചന്തവും കൂടും. ഓക്കെ. അപ്പോൾ ഇതിനെ ചൈനീസ് എവർഗ്രീൻ എന്നും വിളിക്കാറുണ്ട്. ആക്ച്വലി ഇതൊരു ഫ്ലവറിങ് പ്ലാന്റാണ്. ഒരുപാട് വെയിൽ വേണ്ട, എങ്കിൽ അത്യാവശ്യം വെയിലുണ്ടെങ്കിൽ മാത്രമേ ഈ കളറ് എന്നും എക്സിസ്റ്റ് ചെയ്യുള്ളൂ. നിലനിൽക്കണമെങ്കിൽ ഈ കളർ ഉണ്ടാവണം. ഓക്കെ. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇതിനെ ഒന്ന് റീപ്ലാന്റ് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് പഴയ ഉണങ്ങിയ തൊണ്ട് ഇതെല്ലാം സൈഡിലൊക്കെ ചേർത്ത് വെച്ച് കുറച്ച് വളമൊക്കെ ചേർത്ത മണ്ണുണ്ട്. വളമെന്ന് പറഞ്ഞാൽ കൂടുതലും നമ്മുടെ പച്ചക്കറി വേസ്റ്റും, പിന്നെ എൻ്റെ കയ്യിൽ ഈ ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ട്. അതിലുള്ള വെള്ളമാണ് ഞാൻ നേർപ്പിച്ചൊഴിക്കുന്നത്. ഗ്യാസ് പ്ലാന്റിൽ അതിൽ നമ്മൾ 1:3 റേഷ്യോയിൽ വേണം ബയോഗ്യാസിൽ നിന്ന് വരുന്ന വെള്ളത്തിനെ ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ അതാണ് വെള്ളം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് വളം ചേർത്ത് നല്ല ഡ്രൈ ആയ മണ്ണ്, അടിയിൽ ഞാൻ നല്ലവണ്ണം ഡ്രെയിനേജ് വരത്തക്ക രീതിയിൽ കുറച്ച് ചെറിയ ഓടും അതുപോലെ തന്നെ ഈ തൊണ്ടും ചകിരിയൊക്കെ വെച്ച് ഡ്രെയിനേജ് ഉറപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെടിയെ ഒന്ന് ഇളക്കി മാറ്റി നടാം. ഇപ്പം ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയ ചെടിയെയാണ് ഇളക്കി മാറ്റുന്നത്. ഇതിനെ നമുക്കൊന്ന് ഈ പഴയ ചട്ടിയിൽ നിന്നും മാറ്റിയെടുക്കാം. ഒരു കയ്യിൽ മൊബൈൽ ഇരിക്കുകയാണ്, അതുകൊണ്ടൊരു പ്രയാസമുണ്ട്. കണ്ടോ, ഇതിൽ നമ്മൾ നേരത്തെ കണ്ടത് ഏകദേശം ഒരു 3 ചെറിയ കുഞ്ഞുങ്ങളെയാണ് കണ്ടത്. 2 ചെറിയ കുഞ്ഞുങ്ങളെ കണ്ടു. പക്ഷേ ഇളക്കിയെടുത്തപ്പോൾ ഒരു ചെറിയ കുഞ്ഞു വാവയും കൂടി ഇതിൽ വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിനെ കുറച്ച് വലിയ ഒരു ചട്ടിയിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ആദ്യം ഇതിൻ്റെ തണ്ടിൽ നിന്നും വേർപ്പെടുത്തിയെടുക്കാം. മദർ പ്ലാന്റിൽ നിന്നും ഈ ചെറിയ കുഞ്ഞിച്ചെടികളെ നമുക്ക് മാറ്റിയെടുക്കാം. ഞാൻ ആദ്യം ഒരെണ്ണത്തിനെ മാറ്റിയെടുക്കുന്നു. ഓക്കെ. ഇതിനെ നമ്മളൊരു സിസേഴ്സ് കൊണ്ട് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റെമ്മിൽ നിന്നും ഒരുപാട് ഡാമേജ് ഇല്ലാതെ നമുക്ക് ഇവയെ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ. ഒരു സിസേഴ്സ് കൊണ്ട് ഞാനിതിനെ കട്ട് ചെയ്തെടുത്തു. ഒരെണ്ണം. ഓക്കെ. ഇതിനെ നമുക്ക് മറ്റൊരു നേരത്തെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന മണ്ണുമൊക്കെ കൂടെ ചേർന്ന ചെടിച്ചട്ടിയിലേക്ക് നടാം. ഓക്കെ. ഇത് ഒരെണ്ണം കിട്ടി. രണ്ടാമതൊരെണ്ണം കൂടി കിട്ടി. പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ചെറിയ കുഞ്ഞു വാവയെ ഇപ്പോൾ 2 എണ്ണമായി. കണ്ടോ, ശരിക്കും ഇത് നല്ല വിലയുള്ള അഗ്ലോണിമയാണ്. ഈ കുഞ്ഞു വാവയും കൂടെ നമുക്കൊന്ന് സിസേഴ്സ് കൊണ്ട് ഇതിൻ്റെ വേരുകൾ നിലനിർത്തിക്കൊണ്ട്
ഈ മദർ പ്ലാന്റിൽ നിന്നും കട്ട് ചെയ്ത് മാറ്റാം. ഓക്കെ, ഞാൻ ദാ ഇങ്ങനെ കട്ട് ചെയ്യുന്നു ഇതിനെ. ഓക്കെ, ഇതിനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു പ്ലാന്റും കൂടെ നമുക്ക് കിട്ടി. കണ്ടോ? തറയിൽ പോയില്ലേ, കുഴപ്പമില്ല. ഇതാ ഇതും നമുക്ക് മുളപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. വേര് പോകാതെ ഞാൻ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ചെടിയിൽ നിന്ന് തന്നെ ഇത് ഇവരുടെ അമ്മ മദർ പ്ലാന്റ് കണ്ടോ, വിത്ത് ബ്യൂട്ടിഫുൾ ലീവ്സ്. ഓക്കെ, താങ്ക് യു. മറ്റതിനെ നമുക്കൊന്ന് പ്ലാന്റ് ചെയ്യാം. വേറൊന്നുമില്ല, ഒരു ചട്ടിയിൽ വളമുള്ള മണ്ണ് വെച്ചിട്ട് നല്ല ഡ്രെയിനേജ് ഉറപ്പിച്ചിട്ട് മറ്റൊരു ചട്ടിയിലേക്ക് നമുക്ക് മാറ്റി നടാം.